സോണ്ട ഇൻഫ്രാടെക്കിനെതിരെ കേസ് ബംഗളൂരു കബൻ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോണ്ടയിൽ നിക്ഷേപം നടത്തിയ ജർമ്മൻ പൗരനായ പാട്രിക് ബോർ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളുമായി ഫിറോസ് അലി മുഹമ്മദ് ഉണ്ട്. ഫിറോസ്, സോണ്ട കമ്പനിയെ കുറിച്ചുള്ള വാർത്തകൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ്, അല്ലെങ്കിൽ ആ വാർത്തകൾക്ക് വളരെ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ബ്രഹ്മപുരം വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കമ്പനിയാണ്. ഇപ്പോൾ ഈ സോണ്ട കമ്പനി വാർത്തയിൽ നിറയുന്ന ആ സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അതിലേക്ക് വരികയാണ് എബി. ഞാൻ ഈ സോണ്ട ഇൻഫ്രാടെക്കിലേക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെ പരതി പോവുകയായിരുന്നു. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് ശരിക്കും ഇത് സോണ്ട ഗ്ലോബൽ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ട്രസ്റ്റ് വർത്തി, അതായത് വിശ്വാസ്യതയാണ് അവർ അവരുടെ മുഖമുദ്രയായി പറയുന്നത്. ഇപ്പോൾ പാരിസ്ഥിതിക പരമായ കാര്യങ്ങളിൽ എൻവയോൺമെൻ്റൽ സേഫ്റ്റി ഒക്കെ അതാണ് അവരുടെ ഉദ്ദേശമെന്നൊക്കെ അവരുടെ വെബ്സൈറ്റ് പറയുന്നുണ്ട്. അവരുടെ പ്രവർത്തനം പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജർമ്മനി, ഇന്ത്യ, ഖത്തർ, സീഷെൽസ്. അപ്പോൾ സീഷെൽസിൽ വരെ ഇതിൻ്റെ വേരുകളുണ്ട് അല്ലെങ്കിൽ പ്രവർത്തനം നടക്കുന്നു. ഇവിടങ്ങളിലൊക്കെ സോണ്ട ഗ്ലോബൽ എന്ന ഇവരുടെ ഈ മാതൃ സ്ഥാപനം കരാറുകൾ എടുത്ത് നടത്തുന്നതൊക്കെയാണ് സോണ്ടയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ പറയുന്നത് പോലെ ജർമ്മനി കേന്ദ്രീകരിച്ച്, ജർമ്മനിയിൽ വലിയ വേദികളുള്ളൊരു കമ്പനിയാണ്. ജർമ്മനിയിലെ ഒരു പൗരനായ പാട്രിക് ബോറാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത്. പാട്രിക് ബോർ പറയുന്നത് SBLC സ്റ്റാൻഡ് ബൈ ലെറ്റർ പ്രകാരം 82 ലക്ഷം രൂപ ലാഭം വാഗ്ദാനം ചെയ്ത് ഇദ്ദേഹം ഈ കമ്പനിക്ക് വേണ്ടി വലിയൊരു നിക്ഷേപം നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഈ 82 ലക്ഷം രൂപ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വിശ്വാസവഞ്ചനയ്ക്കിരയായി. ഇപ്പോൾ ഖബൻ പാർക്ക് പോലീസ് സ്റ്റേഷൻ, ബംഗളൂരു ഖബൻ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR എന്ന് പറയുന്നത് കുറ്റകരമായ വിശ്വാസവഞ്ചന ആണ് ഈ സോണ്ട ഇൻഫ്രാടെക് എന്ന കമ്പനിക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൽ നിന്ന് 20 കോടി രൂപയാണ് ഈ കമ്പനി നിക്ഷേപമായി സ്വീകരിച്ചത്. പാട്രിക് ബോറിൽ നിന്ന്, അതായത് ജർമ്മൻ പൗരനായ പാട്രിക് ബോറിൽ നിന്ന് 20 കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ചു. അത് SBLC എന്ന സംവിധാനം വഴിയാണ്, സ്റ്റാൻഡ് ബൈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന സംവിധാനം വഴി 82 ലക്ഷം രൂപ ലാഭം വാഗ്ദാനം ചെയ്തു. പക്ഷേ ലാഭം നൽകിയില്ല എന്ന് മാത്രമല്ല, ഈ 20 കോടി ഇദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിട്ടുമില്ല. അതായത് വലിയൊരു തട്ടിപ്പ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നു എന്നിപ്പോൾ ഈ വ്യക്തമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബംഗളൂരു ഖബൻ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി നേരത്തെ എബി പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ, സോണ്ട കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, വാർത്താമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ MD രാജ്കുമാർ ചെല്ലപ്പൻപിള്ള വൈക്കം വിശ്വൻ്റെ LDFിൻ്റെ മുൻ കൺവീനറായിരുന്നു. അതുപോലെ ഇപ്പോൾ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. വൈക്കം വിശ്വൻ്റെ മകളുടെ ഭർത്താവ്, മരുമകനാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ സോണ്ട ഇൻഫ്രാടെക്കിന് തന്നെ കേരളത്തിലുള്ള കോർപ്പറേഷനുകളിലെ കരാറുകൾ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഇടപെടൽ മന്ത്രി തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തലത്തിൽ നടന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയതുമായി ബന്ധപ്പെട്ട്, മല കത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ തന്നെ സോണ്ട ഇൻഫ്രാടെക്കിന് ഈ കരാർ നൽകിയത് KSIDCയുടെ നിർദ്ദേശപ്രകാരമാണ്. അതിനുവേണ്ടി ഇടപെട്ടത് തദ്ദേശ ഭരണ വകുപ്പാണ് എന്നൊക്കെയുള്ള വ്യക്തമായ വിവരങ്ങൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്തു വന്നിരുന്നു. അതുപോലെ കൊല്ലം കോർപ്പറേഷൻ സോണ്ട ഇൻഫ്രാടെക്കിനെതിരെ രംഗത്ത് വന്നിരുന്നു. കണ്ണൂർ കോർപ്പറേഷൻ കൃത്യമായും സോണ്ടയ്ക്ക് നിരവധി തവണ കത്തയച്ചു. സോണ്ട ഒരു തട്ടിപ്പ് കമ്പനിയാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മോഹനൻ തുറന്നു പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി സോണ്ട ഇൻഫ്രാടെക് എന്ന കമ്പനി അതൊരു തട്ടിപ്പ് കമ്പനിയാണ് എന്നതിനെക്കുറിച്ചുള്ള മറ്റൊരു സൂചനയായി, അല്ലെങ്കിൽ ആ ഒരു നിഗമനം ശരിവെക്കുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവായി ഈ 20 കോടി രൂപ ഒരു ജർമ്മൻ പൗരനിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിച്ചു എന്നുള്ള ഈ വാർത്ത. അതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും സോണ്ട ഇൻഫ്രാടെക് പ്രതിരോധത്തിലാവുകയാണ്. അവർ പലവട്ടം പറഞ്ഞിരുന്നു, ഈ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ ഏറ്റവും മികച്ച കമ്പനിയാണെന്നൊക്കെ ഈ രാജ്കുമാർ ചെല്ലപ്പൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഇന്ത്യയെമ്പാടും ഞങ്ങൾ കരാറുകൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അത്തരത്തിൽ ഒരു കുറ്റകരമായ അനാസ്ഥയും വരുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഉണ്ടായ തീപിടുത്തമാണ് ബ്രഹ്മപുരത്തേത്. 500 കോടിയുടെ കരാർ ബാക്കി നിൽക്കുമ്പോൾ ആരെങ്കിലും അവിടെ തീപിടുത്തം ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള വിശദീകരണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ വിശദീകരണങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ജർമ്മൻ പൗരനായ ഈ പാട്രിക് ബോറിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ഒരു കേസ് 20 കോടി രൂപ തട്ടിയെടുത്തു എന്ന കേസ് പുറത്തു വരുന്നതോടെ സ്വാഭാവികമായും സോണ്ട ഇൻഫ്രാടെക് കൂടുതൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നുണ്ട്. എബി, ഒരു സാഹചര്യം
സോണ്ടയ്ക്കെതിരെ വീണ്ടും ഇത്തരത്തിലൊരു വിശ്വാസവഞ്ചന കുറ്റം വരുമ്പോൾ അത് നിലവിലെ കേരളത്തിലെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഈ ബ്രഹ്മപുരം കൊച്ചി കോർപ്പറേഷൻ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ. അവിടെ അതിനെ ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷം ഒരുപക്ഷെ ഈ ഒരു വിഷയത്തെ ഉയർത്തിക്കൊണ്ട് വരാൻ സാധ്യത? അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും. അതായത് ഈ പ്രതിപക്ഷം പല ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു. അത് ആദ്യം ഈ ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് കൊച്ചി കോർപ്പറേഷന്റെ മുൻ മേയറായിരുന്ന ടോണി ചമ്മണിയാണ്. അതായത് ഈ കരാർ കമ്പനിക്ക് കരാർ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം LDF കൺവീനർ വൈക്കം വിശ്വന്റെ മരുമകന്റെ, അതായത് മകളുടെ ഭർത്താവിന്റെ കമ്പനിയാണ് സോണ്ട ഇൻഫ്രാടെക്. ഒരുപക്ഷെ അത് സോണ്ട ഗ്ലോബലിന്റെ ഒരു ഫ്രാഞ്ചൈസി എന്ന നിലയിലോ മറ്റോ ആയിരിക്കാം പ്രവർത്തിക്കുന്നത്. അതിനെപ്പറ്റി ഒരു വ്യക്തമായൊരു ധാരണ കിട്ടിയിട്ടില്ല. ഏതായാലും സോണ്ട ഇൻഫ്രാടെക് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിൽ കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചൊക്കെ കരാറുകൾ എടുക്കുന്നത്. ഇത്തരം മാലിന്യ സംസ്കരണം, ബയോ മൈനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ അവർ വിദഗ്ധരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ കുറേ രേഖകളൊക്കെ വെച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ കമ്പനിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഇത്തരം ബയോ മൈനിങ് പ്രോജക്റ്റുകൾ അവർ ഏറ്റെടുക്കുന്നു. അപ്പോൾ ടോണി ചമ്മണി ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഉപകരാർ കിട്ടിയത് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകനാണെന്ന നിലയിലുള്ള ഈ വിവാദങ്ങളൊക്കെ പിന്നീട് വന്നിരുന്നു. ഏതായാലും ഈ വൈക്കം വിശ്വൻ LDFിൻ്റെ മുൻ കൺവീനറാണ്, CPM സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു തരത്തിലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സോണ്ട ഇൻഫ്രാടെക്കിന് വേണ്ടിയോ തന്നെ ഇടപെട്ടിട്ടില്ല. പക്ഷേ തൻ്റെ മരുമകൻ്റെ കമ്പനിയല്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അതാണ് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഏതായാലും വൈക്കം വിശ്വൻ്റെ മരുമകൻ്റെ കമ്പനി എന്ന നിലയിൽ തന്നെ സോണ്ട ഇൻഫ്രാടെക് ആ ഒരു ചതുരത്തിൽ, ആ ഒരു ക്യാൻവാസിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഈ വിഷയം വീണ്ടും ഒരു വലിയ വിവാദത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അവർ പറയും, ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നു, 20 കോടി ജർമ്മൻ പൗരിൽ നിന്ന് തട്ടിയെടുത്തു. കേരളത്തിലെമ്പാടും വിവിധ കോർപ്പറേഷനുകളിൽ നിന്ന് സോണ്ടയ്ക്കെതിരെ പരാതിയുണ്ട്. ആ നിലയ്ക്ക് ഈ സോണ്ട ഇൻഫ്രാടെക് ഒരു തട്ടിപ്പ് കമ്പനിയാണെന്നും അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് സംസ്ഥാന സർക്കാരാണെന്നും തദ്ദേശ ഭരണ വകുപ്പിൻ്റെയും KSIDCയുടെയും മന്ത്രിമാരുടെയും സർക്കാരിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ കൂട്ടായൊരു പിന്തുണ ഈ തട്ടിപ്പ് കമ്പനിക്ക് ഉണ്ടായിരുന്നു എന്ന് കൃത്യമായും ആരോപിക്കാൻ ആ ആക്ഷേപം ബലപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് ഒരു അവസരമുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം LDF കൺവീനർ വൈക്കം വിശ്വന്റെ മകളുടെ ഭർത്താവിൻ്റെ കമ്പനിയാണ് സോണ്ട ഇൻഫ്രാടെക് എന്ന ഈ സംവിധാനം എന്നതുകൊണ്ടാണ്. ആ കമ്പനിക്കെതിരെ ഒരു ജർമ്മൻ പൗരൻ കൂടി 20 കോടിയുടെ തട്ടിപ്പ് ആരോപിക്കുമ്പോൾ, അങ്ങനെ ഒരു ആരോപണം അത് ഒരു കേസിലേക്ക് വരുമ്പോൾ, FIR രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എബി, തീർച്ചയായും സോണ്ട ഇൻഫ്രാടെക്കിനെതിരെ പുതിയ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ജർമ്മൻ പൗരൻ്റെ പരാതിയിലാണ് ബംഗളൂരുവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 20 കോടിയുടെ നിക്ഷേപത്തിന് ലാഭവിഹിതം നൽകിയിട്ടില്ല. അത്തരത്തിലൊരു വിശ്വാസവഞ്ചന കുറ്റമാണ് ഈ കമ്പനിക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു